ഉത്തമഗീതം 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെയുള്ള വാക്യങ്ങൾ. ഉത്തമഗീതം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സലോമന്റെ ഉത്തമഗീതം. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു, നിന്റെ തൈലം സൗരഭ്യമായത്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. രാജാവ് എന്നെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാർ കൂടാരങ്ങളെ പോലെയും സലോമന്റെ തിരുശീലകൾ പോലെയും അഴകുള്ളവൾ ആകുന്നു. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വേലുകൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ചു നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നതെവിടെ? ഉച്ചയ്ക്ക് കിടന്നതെവിടെ? നിന്റെ ചങ്ങാതിമാട് ആട്ടിൻ കൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലിരിക്കുന്നതെന്തിന്? സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാഴ്ചയുടെ തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. എന്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോടെ ഞാൻ നിന്നെ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കി തരാം. രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്റെ ജഡമാംസ സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എന്റെ പ്രിയൻ എനിക്ക് സസ്തനങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻ കെട്ടുപോലെയാകുന്നു. എന്റെ പ്രിയൻ എനിക്ക് ഏൻഗത്തി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കള പോലെ ഇരിക്കുന്നു. എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണുപോലെ ഇരിക്കുന്നു. എന്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ. നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. നമ്മുടെ വീടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവുമാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. വാറിക്കുമോ. ഉത്തമഗീതം 2-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാറോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്ന് അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടിയ സ്നേഹമായിരുന്നു. ഞാൻ പ്രേമ പരവേശയായിരിക്കാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തീകരിപ്പീൻ, നാരങ്ങ തന്ന് എന്നെ തണുപ്പിപ്പീൻ. അവന്റെ ഇടം കൈ എന്റെ തലയും കീഴെ ഇരിക്കട്ടെ, അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരുശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചുകൊണ്ടും വരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയേ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞ് മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണാവുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കാകൾ പഴുക്കുന്നു. മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. പാറയുടെ പിളപ്പിലും കടും തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും
മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുക്കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. അവൻ താമരകളുടെ ആടുമേയ്ക്കുന്നു. വേലാറി നീൾ കാണാതാവോളം എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്ക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. ഉത്തമഗീതം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു. വീതികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ട്. ഞാൻ അവനെ പിടിച്ച് എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല. യെരൂശലേം പുത്രിമാരെ, ചെറുമാനികളാണ്, പേടമാനികളാണ്. പ്രേമത്തിനിഷ്ടമാകോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. മൂറും കുന്തിരിക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവൻ ആർ? സലോമന്റെ പല്ലക്ക് തന്നെ. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തരും അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. സലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിന്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളി കൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിന്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്രകാച്ചിതമായിരിക്കുന്നു. സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് സലോമോൻ രാജാവിനെ അവന്റെ കല്യാണ ദിവസത്തിൽ, അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടു കൂടി കാൺമീൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. ഉത്തമഗീതം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിന്റെ മൂടുപടത്തിൻ നടുവ് നിന്റെ പ്രാവിൻ കണ്ണുപോലിരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നിന്റെ പല്ല് രോമം കത്രിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിൽ ഒന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ അതിരം കടും ചുമപ്പു നൂൽ പോലെയും നിന്റെ വാ മനോഹരവുമാകുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ കണ്ടം പോലെ ഇരിക്കുന്നു. നിന്റെ കഴുത്ത് ആയുധശാലിയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോട് ഒക്കും. അതിൽ 1000 പരിച തൂക്കിയിരിക്കുന്നു. അവയൊക്കെയും വീരന്മാരുടെ പരിച തന്നെ. നിന്റെ സസ്തനം 2 താമരക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. വേലാറി നിഴൽ കാണാതാകോളം ഞാൻ മൂറിന്മലയിലും കുന്തിരിക്കം കുന്നിലും ചെന്നിരിക്കാം. എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവും ഇല്ല. കാന്തേ, ലെബാനോനെ വിട്ട് എന്നോടുകൂടെ, ലെബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക. അമാനമുകളും സെനിയർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലിയുടെ പർവ്വതങ്ങളും വിട്ടുപോരുക. എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം. വീഞ്ഞേക്കാൾ നിന്റെ പ്രേമവും
സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം അല്ലയോ കാന്തേ. നിന്റെ അതിരം തേൻകെട്ട പൊഴിക്കുന്നു, നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്. നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബാനോന്റെ വാസന പോലെ ഇരിക്കുന്നു. എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീറുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്, നിന്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോട് കൂടിയ മാതളത്തോട്ടം, മൈലാഞ്ചിയോട് കൂടിയ ജഡമാംസിയും കുങ്കുമവും വയമ്പും ലവാംഗവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും മൂറും അകിലും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ. നീ തോട്ടങ്ങൾക്കൊരു നീറുറവയും വറ്റിപ്പോകാത്ത കിണറും ലബാനോയിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകളും തന്നെ. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ. ഉത്തമഗീതം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരി, എന്റെ കാന്തേ, ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എന്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എന്റെ തേൻകെട്ട തേനോടുകൂടെ തിന്നും എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചും ഇരിക്കുന്നു. സ്നേഹിതന്മാരെ, തിന്നുവിൻ, പ്രിയരെ കുടിച്ചു മത്തരാകുവിൻ. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കേ, തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ നവീനമാക്കുന്നത് എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും താഴ്ത്തു പിടികൾ മേൽ പൊഴിച്ചു. ഞാൻ എന്റെ പ്രിയന് വേണ്ടി തുറന്നു, എന്റെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു. അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവേശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയനു മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകും. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും മറുത്തൈകളുടെ വാരവും. അവന്റെ അതിരം താമരപ്പൂ പോലിരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ. അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്ത നിർമ്മിതം. അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെങ്കൽ തൂൺ. അവന്റെ രൂപം ലെബനോനെ പോലെ ദേവതാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായു ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരനാ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ദൈവമേ, സ്തോത്രത്തിനു യോഗ്യമാകുന്നു. ബാറിക്കുമോ. ഉത്തമഗീതം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏത് വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം. തോട്ടത്തിൽ മേയ്പ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ. അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. എന്റെ പ്രിയേ, നീ
തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുസലേം പോലെ മനോഹരം, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കര. നിന്റെ കണ്ണെ എങ്കിൽ നിന്ന് തിരിക്ക, അതിനെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നിന്റെ പല്ല് കുഴിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിൽ ഒന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ കണ്ടം പോലെ ഇരിക്കുന്നു. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുമുണ്ടല്ലോ. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾ കോമനയുമാകുന്നു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യം, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. ഞാൻ തോട്ടിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടേനും മുന്തിരിവള്ളി തളർക്കുകയും മാതളനാരകം പൂക്കുകയും ചെയ്തവോ എന്നും നോക്കേണ്ടേനും തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എന്റെ പ്രഭുജനത്തിന്റെ രഥങ്ങളുടെ എത്തി. നിനക്ക് യോഗ്യമാവുന്നു, മാറിക്കുമോ. ഉത്തമഗീതം 7-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മടങ്ങി വരിക ചൂലോങ്കാരത്തി, മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങി വരിക, മടങ്ങി വരിക. നിങ്ങൾ മഹാനദിയിലെ നൃത്തത്തെ പോലെ ശൂലോങ്കാരത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിന്? പ്രഭുകുമാരി, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. നിന്റെ ഉരുണ്ട നിതംബം തട്ടാന്റെ പണിയായ പൂഷ്ടം പോലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു, അതിൽ കലക്കിയ വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല. നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെയാകുന്നു. നിന്റെ സസ്തനം 2 ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണ് ഹെസോബനിൽ ബാത്ത് റബീം ബാധിക്കലെ കുളങ്ങളെ പോലെയും നിന്റെ മൂക്ക് ദമേസ്കിന് നേരെയുള്ള ലെബനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബന്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനോഹര. നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സസ്തനങ്ങൾ മുന്തിരിക്കുലയോടും ഒക്കുന്നു. ഞാൻ പനമേൽ കയറും, അതിന്റെ മടൽ പിടിക്കും എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സസ്തനങ്ങൾ മുന്തിരിക്കൊല പോലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങാട വാസന പോലെയും ആകട്ടെ. നിന്റെ അണ്ണാക്കോ മേത്രമായ വീഞ്ഞ്, അതെന്റെ പ്രിയനും മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടി കടക്കുന്നതും ആകുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ, വരിക, നാം വെളിപ്രദേശത്ത് പോകാം. നമ്മൾക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. ദൂതാപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. നിനക്ക് യോഗ്യമാവുന്നു, മാറിക്കുമോ. ഉത്തമഗീതം 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീ എന്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരൻ ആയിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ടു ചുംബിക്കുമായിരുന്നു. ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു. നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എന്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. അവന്റെ ഇടം കൈ എന്റെ തലയിൽ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിനിഷ്ടമാകോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയുമരുത് എന്ന് ഞാൻ നിങ്ങളോട് ആണയിട്ട് അപേക്ഷിക്കുന്നു. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടു വരുന്നോരിവൾ ആർ. നാരകത്തിൻ
ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നിവ്രത സംഘ പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള സർവസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സസ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്തു ചെയ്യും? അവൾ ഒരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളി മകുടം പണിയാമായിരുന്നു. ഒരു വാതിലെങ്കിൽ ദേവദാരു പല കൊണ്ട് അടയ്ക്കാമായിരുന്നു. ഞാൻ മതിലും എന്റെ സസ്തനങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു. അന്ന് ഞാൻ അവന്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു. സലോമോനും ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിന്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്റെ കൈവശം ഇരിക്കുന്നു. സലോമോനെ, നിനക്ക് 1000, ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. ഉദ്യാന നിവാസിനിയെ, സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു. അത് എന്നെയും കേൾപ്പിക്കണമേ. എന്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കൽക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ.